മരുന്ന് കഴിക്കാതെ ഉറങ്ങുന്നവരാണോ നിങ്ങൾ? നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള മനുഷ്യന്മാർ കേട്ടോ. മരുന്ന് കഴിച്ചാൽ മാത്രം ഉറക്കം കിട്ടുന്ന എത്ര മനുഷ്യന്മാരുണ്ട് ഈ ലോകത്ത് നിന്നറിയോ? മരുന്ന് കഴിക്കാതെ ഉറങ്ങുന്നവരാണോ നിങ്ങൾ? നെഞ്ചിൽ കൈവച്ച് പഠിച്ചവനോട് നന്ദി പറഞ്ഞോളൂ. അതൊരു ചെറിയ കാര്യമേ അല്ല. ഒരാൾക്ക് ഉറക്കില്ലെങ്കിൽ നന്നായി ഉറങ്ങാനുള്ള പിൽസൊക്കെ ലോകത്ത് വാങ്ങാൻ കിട്ടും. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. ശാന്തമായി ഉണരാൻ ലോകത്ത് മരുന്നുകളുണ്ടോ? ഗാഠമായി ഉറങ്ങാൻ ലോകത്ത് മരുന്നുണ്ട്. ശാന്തമായി ഉണരാൻ ലോകത്ത് മരുന്നില്ല. ശരിക്കും ശാന്തമായി ഉണരുക എന്നുള്ളതല്ലേ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഒരു ദിവസം തുടങ്ങുകയാണ്, മറ്റേതൊരു ദിവസം അവസാനിക്കുകയാണ്. ക്ഷീണം ഉണ്ടാവും സ്വാഭാവികമായിട്ട്, നമ്മൾ ഉറങ്ങി എന്നൊക്കെ വരാം കുറച്ച് വൈകിയാലും. പക്ഷെ ശാന്തമായി ഉണരുക എന്നുള്ളത് കുറച്ചുകൂടെ പ്രാധാന്യമുള്ളതാണെന്ന് തോന്നുന്നു. കാരണം അതിന് മരുന്നില്ല. മറ്റത് വേണമെങ്കിൽ മരുന്നൊക്കെ കിട്ടില്ലേ. ശാന്തമായി ഉണരാൻ മരുന്നില്ല. ശാന്തമായി ഉണരാൻ മരുന്നില്ല. ഉണർന്നു കഴിഞ്ഞിട്ട് ഒരാൾക്ക് ഉണ്ടാവണ ശാന്തതയ്ക്ക് മരുന്നില്ല. ഞാൻ ഉണർന്നു കഴിയുമ്പോഴേ, ഈ രാവിലെ ഉണരുമ്പോഴാണ് നമ്മൾ ഏറ്റവും വീക്കാവുക. ശ്രദ്ധിച്ചിട്ടില്ലേ? ഏറ്റവും വീക്കാവുന്ന സമയം, ഇമോഷണലി ഒക്കെ ഭയങ്കര വീക്കാവുന്ന സമയം. അതുകൊണ്ടാണ് ആ സമയത്ത് ന്യൂസ് വായിക്കരുത്, സോഷ്യൽ മീഡിയ കാണരുത് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം കുറച്ചുകൂടെ നെഗറ്റീവായിട്ടുള്ള വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്ത കണ്ടാൽ നമ്മൾ അല്ലാത്ത സമയത്ത് തകരുന്നതിനേക്കാൾ, മനസ്സ് വിഷമിക്കുന്നതിനേക്കാൾ വിഷമിക്കും. അതുകൊണ്ട് നെഗറ്റീവായ ഒരു സംഗതിയും വരാൻ സാധ്യതയുള്ള ഒന്നിലേക്കും മനഃപൂർവ്വം പോകരുത്. എന്തെങ്കിലും നമ്മളെ പോസിറ്റീവാക്കുന്ന കാര്യങ്ങൾ രാവിലെ ഉണരുന്ന സമയത്ത് കാണാനും പറയാനും, അങ്ങോട്ട് പറയാനും ഇങ്ങോട്ട് കേൾക്കാനും ഒക്കെ ശ്രമിക്കാൻ പാടും. ഒരു മരണവാർത്ത ഉണ്ടെങ്കിൽ പോലും ഒരാൾ ഉണർന്ന ഉടനെ അത് പറയരുത്. അയാൾ കുറച്ചൊന്ന് ഉണർന്നു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് അയാൾക്ക് അയാളുടെ ഇമോഷണലി കുറച്ചൊന്ന് ഫിറ്റ് ആകുന്ന സമയത്ത് അത് പറഞ്ഞു കൊടുക്കാൻ പാടും. മാർക്ക് വീൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മാർക്ക് വീൻസ് ലോകപ്രസിദ്ധനായൊരു യൂട്യൂബറാണ് കേട്ടോ. അദ്ദേഹം ലോകം മുഴുവനും ഇങ്ങനെ ചുറ്റിയിട്ട് രുചികൾ തേടുന്ന ആളാണ്. ഓരോ നാട്ടിലെയും രുചികൾ തേടുന്ന ഫുഡ് ബ്ലോഗറാണ്. നമ്മുടെ കോവിഡിൻ്റെ കുറച്ച് മുമ്പ് അദ്ദേഹം കോഴിക്കോട് വന്നിരുന്നു. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ഒക്കെ അവിടെയുള്ള രുചികൾ ആസ്വദിച്ചിട്ട് പോയിരുന്നു. നമ്മുടെ കാരന്തൂര് ഒരു കാടിൻ്റെ ഉള്ളിലൊരു ചേട്ടൻ്റെ കഞ്ഞിക്കടയുണ്ട്. ആരെങ്കിലും പോയിട്ടുണ്ടോ? ഒരു ചന്ദ്രേട്ടൻ്റെ കട പോയില്ലേ? ഞാൻ ഇന്ന് പോയി, പക്ഷെ അവിടെ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റില്ല. അവിടെ മാർക്ക് വിൻസ് വന്നിരുന്നു. മാർക്ക് വിൻസ് വന്നതിന് ശേഷമാണ് കൂടുതൽ ആളുകൾ ആ കട അറിയുകയൊക്കെ ചെയ്യുന്നത്. ഈ മാർക്ക് വിൻസ് കോവിഡിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നാട്ടിൽ ആയിപ്പോയി, തായ്ലൻഡിൽ. അപ്പോൾ തായ്ലൻഡിലെ സ്ട്രീറ്റിലും അതുപോലെയുള്ള ചെറിയ ചെറിയ പട്ടണങ്ങളിലൂടെയൊക്കെ മാത്രമേ അദ്ദേഹത്തിന് ആ സമയത്ത് പോകാൻ കഴിയൂ. വേറെ എങ്ങോട്ട് യാത്ര ചെയ്യാൻ കഴിയില്ലല്ലോ. അങ്ങനെയുള്ള ആ സമയത്ത് അദ്ദേഹം തായ്ലൻഡിലെ ഒരു ചെറിയ പട്ടണത്തിലെ പള്ളിയുടെ മുന്നിലുള്ള ഒരു മിഠായി കച്ചവടക്കാരൻ്റെ അടുത്തെത്തുന്നുണ്ട്. അയാള് നമ്മുടെ ഈ പഞ്ചാരപ്പാല് മിഠായി ഇല്ലേ, കോഴിക്കോടൊക്കെ കണ്ടില്ലേ, ബീച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ വലിച്ചെടുക്കുന്നൊരു മിഠായി, അങ്ങനെ ഒരു മിഠായിയാണ് ഈ ആള് കച്ചവടം ചെയ്യുന്നത്. അപ്പൊ കൂടുതലും അവിടെ ഉള്ളത് ചെറിയ കുട്ടികളാണ്. അവരുടെ കയ്യിൽ ചെറിയ പൈസയൊക്കെ ഉണ്ട്, അത് കൊടുത്തിട്ട് ഇത് വാങ്ങിക്കഴിക്കണം. അപ്പൊ മാർക്ക് വിൻസ് ചെന്നിട്ട് ഈ മിഠായി കഴിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ മിഠായി കഴിക്കുന്നുണ്ട്. അങ്ങനെ മിഠായി കഴിക്കുന്ന സമയത്ത് സാധാരണ ഇങ്ങനെ ഒരു ചോദ്യം അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ ആരോടും ചോദിക്കാറില്ല. പക്ഷെ ഇദ്ദേഹത്തോട് മാത്രം ചോദിച്ചു. പേഴ്സണലായൊരു കാര്യം ചോദിച്ചു. സാധാരണ അങ്ങനെ അവർ ചോദിക്കാറില്ല, ഭക്ഷണത്തെക്കുറിച്ചല്ലാതെ വേറെ ഒന്നിനെ കുറിച്ച് ചോദിക്കാറില്ല. കാരണം ഈ കച്ചവടം ചെയ്യുന്ന ആളില്ലേ, ഇയാളെ കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് വയസ്സായിട്ടുണ്ട് ആൾക്ക്. ശരീരത്തിലെ സ്കിൻ ടോണൊക്കെ കണ്ടാൽ തന്നെ അറിയാം. അപ്പം മാർക്ക് വിൻസിന്റെ വൈഫ് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞ എത്ര അറിയാം? 129 വയസ്സ്. 129 വയസ്സ്. അത് കേട്ടപ്പോൾ തന്നെ ഇവരെ ഞെട്ടി. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് മിഠായിയൊക്കെ കഴിച്ചിട്ട്
മാർക്വിൻസിൻ്റെ വൈഫ് വീണ്ടും അയാളുടെ അടുത്ത് ചെന്നിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചു. അല്ല, സാധാരണ ആളുകൾക്കൊക്കെ രാവിലെ ഉണരുമ്പോൾ ഒരു ഓഫ് ആവാറുണ്ട്, ഒരു മൂഡ് ഓഫ് ആവാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞെന്താ, അയാൾ മിഠായി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആണ് ഈ ചോദ്യം കേൾക്കുന്നത്. അദ്ദേഹം അവരോട് പറഞ്ഞു, ഇല്ല ഇല്ല മോളെ, അങ്ങനെ ഉണ്ടാവാറില്ല. കാരണം എനിക്ക് ഉണരുന്ന സമയത്ത് തന്നെ ഞാൻ ചിന്തിക്കുന്നത് ഇത്രയും മിഠായി ഉണ്ടാക്കണ്ടേ, കാരണം എന്നെ കാത്തിരിക്കുന്നുണ്ട് കുറേ കുട്ടികൾ. ഈ പ്രദേശത്തെ മുഴുവൻ കുട്ടികളും ഞാൻ വരുന്നത് കാത്തിരിക്കുന്നുണ്ട്. അവരുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ട് വാങ്ങിയിട്ട് എന്നെ കാത്തിരിക്കുന്ന ഇത്രയേറെ കുട്ടികളും മുതിർന്നവരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇത്രയേറെ മിഠായി ഉണ്ടാക്കണം, കുറേ സമയം അതിന് ചെലവഴിക്കണം. അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് എനിക്കിങ്ങനെ മൂഡ് ഓഫ് ആകാനൊന്നും സമയം കിട്ടാറില്ല എന്നാണ് അയാൾ പറഞ്ഞത്. പൗലോ കൊയ്ലോയുടെ വളരെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്, ചെറിയ പുസ്തകമാണ്, ഒഴുകുന്ന നദി പോലെ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിൽ അദ്ദേഹം ഒരു മുത്തശ്ശിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ചെറിയ കോൺഫറൻസിൽ വെച്ചിട്ടാണ് മുത്തശ്ശിയെ കണ്ടത്. അങ്ങനെ ഈ മുത്തശ്ശിയുടെ പ്രത്യേകത എന്താണെന്നറിയോ, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു മുത്തശ്ശിയാണ്. നല്ല പ്രായമുണ്ട്, പക്ഷെ ഭയങ്കര എനർജിയാണ്. അപ്പോൾ പൗലോ കൊയ്ലോ ഇങ്ങനെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഈ എനർജിയുടെ രഹസ്യം എന്താണ്? മുത്തശ്ശി പറഞ്ഞൊരു രഹസ്യമുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് തിരക്കിലാണ്, എൻ്റെ വീട് കുറച്ചപ്പുറത്താണ്, ആ വീട്ടിലേക്ക് വന്നാൽ ഞാൻ രഹസ്യം പറഞ്ഞു തരാം. അങ്ങനെ പൗലോ കൊയ്ലോ അവരുടെ വീട്ടിലേക്ക് ചെന്നൊരു സംഭവം പറയുന്നുണ്ട്. മുത്തശ്ശിയുടെ കയ്യിൽ ഒരു ഡയറി ഉണ്ട്. ആ ഡയറിയെക്കുറിച്ച് പറഞ്ഞു, ഇതാണ് എൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം. പൗലോ കൊയ്ലോയോട് അത് തുറന്നു നോക്കാൻ പറഞ്ഞു. ഇന്നേതാ ഡേറ്റ് ഇങ്ങനെ ആലോചിച്ചിട്ട് ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റിലുള്ള പേജൊന്ന് മറിച്ചെടുക്കാൻ പറഞ്ഞു. പൗലോ കൊയ്ലോ ഇങ്ങനെ മറിച്ച് ആ ഡേറ്റിലെത്തി. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നാണ് പോളിയോക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചത്. ഇന്നാണ് പോളിയോക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചത്. മുത്തശ്ശി പറഞ്ഞു, ഇന്ന് സമാധാനമായിരിക്കാൻ ഇതുപോലെ, ഇതെങ്ങാനും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മോനെ എത്ര ആളുകളായിരിക്കും മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വരിക. ദുർഘടമായ ജീവിതാവസ്ഥകളിലേക്ക് എത്ര മനുഷ്യരെ വിട്ടുകൊടുക്കേണ്ടി വരും. എനിക്കിന്ന് മനുഷ്യകുലത്തിന് വേണ്ടി ഒരു മനുഷ്യൻ അയാളുടെ അത്രയേറെ രാവുകളും പകലുകളും അധ്വാനവും ചെലവഴിച്ച് സമയവും ചെലവഴിച്ച് ഒരാൾ ഈ മരുന്ന് കണ്ടെത്തി എന്നുള്ളത് മുഴുവൻ മനുഷ്യന്മാർക്കുണ്ടായിട്ടുള്ള സമാധാനം എത്ര വലുതാണ് എന്ന് ആലോചിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷമുണ്ട്. ഇന്ന് വൈകുന്നേരം വരെ സന്തോഷിക്കാൻ എനിക്കത് മതി. 80 വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുള്ള ഒരു മുത്തശ്ശിയാണ് പറയണത്. ഇവരൊക്കെ എന്താ ചെയ്യുന്നതെന്നറിയാം, ആയുസ്സിനൊരു മീനിങ് കൊടുക്കുകയാണ്. പറഞ്ഞു വന്നത് എന്താണെന്നറിയാം, ശാന്തമായി ഉണരാനുള്ള മരുന്ന് എന്താണ്? ഇതാണ് പ്രശ്നം. ശാന്തമായി ഉണരാനുള്ള മരുന്ന് എന്താണ്? അല്ലെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ നമുക്കൊരു ശാന്തത കിട്ടാനുള്ള മരുന്ന് എന്താണ്? എനിക്ക് 4 മരുന്നുകളാണ് കിട്ടിയത്. നിങ്ങളോടത് പറയാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ. കുറച്ച് സമയം ഞാൻ എടുക്കുള്ളൂ, കുറച്ച് സമയം. ഈ 4 കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ആയുസ് കൊണ്ട് ഞാൻ പഠിച്ച 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? കണ്ടൻമെന്റ് ആണ്. കണ്ടൻമെന്റ് എന്താ? കണ്ടൻമെന്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി. നമ്മളിപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ, നമ്മൾ ആരുടെ കൂടെയാണോ ഉള്ളത് അവരെ, നമുക്ക് എന്താണോ ഉള്ളത് അതിനെ ഏറ്റവും ആനന്ദത്തോടെയും സന്തോഷത്തോടെയും ആർക്കാണോ സ്വീകരിക്കാൻ പറ്റുന്നത് അവരുടെ ഉള്ളിൽ മാത്രമേ ഒരു ഇന്നർ പീസ് അനുഭവിക്കാൻ കഴിയുള്ളൂ. ശരിയല്ലേ? അല്ലേ? അസംതൃപ്തി എവിടെയാണോ മനുഷ്യനുണ്ടാവണത് അവർക്ക് എന്താ നഷ്ടപ്പെടുക? സമാധാനം നഷ്ടപ്പെടും. അതിങ്ങനെ എണ്ണി നോക്കിയാൽ ഏറ്റവും സൂക്ഷ്മമായ കാര്യമടക്കം ഏറ്റവും വലിയ കാര്യത്തിലേക്ക് വരെ നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണ
ഒരു സംതൃപ്തിയാണ്. ഇപ്പൊ ചില ആളുകൾ പറയില്ലേ, എനിക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാൻ കഴിയുന്നു, ഞാൻ എന്തും കഴിക്കും എന്നൊക്കെ പറയില്ലേ. ചില ആളുകൾ അങ്ങനെ പറയില്ലേ, ഞാൻ എന്തും കഴിക്കും. അങ്ങനെയൊക്കെ പറയുമ്പോൾ അയാൾ എത്ര ഗ്രാറ്റിറ്റ്യൂഡുള്ള മനുഷ്യനായിട്ട് മാറണം ആലോചിച്ചു. അയാൾ എത്ര ഈശ്വരനോട്, പഠിച്ചവനോട് എത്ര നന്ദിയുള്ളൊരു മനുഷ്യനായിരിക്കണം അല്ലേ. ഞാനെല്ലാം കഴിക്കും എന്ന് പറയുമ്പോഴേ, കാരണം ഒരാൾക്ക് ടോക്സിക് ആയിട്ടുള്ള ഒരു സാധനം വേറൊരാൾക്ക് ടോണിക് ആയിരിക്കും. ഒരാൾക്ക് ടോണിക് ആയ കാര്യം വേറൊരാൾക്ക് ടോക്സിക് ആയിരിക്കും. നിങ്ങൾ കഴിക്കുന്ന സാധനം ചിലപ്പോൾ എനിക്ക് പറ്റണമെന്നില്ല, എൻ്റെ ശരീരത്തിന് ചിലപ്പോൾ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്നോട് പറയാം ഞാനെല്ലാം കഴിക്കും എന്ന് പറയുമ്പോൾ പോലും ഒരാളുടെ ഉള്ളിൽ എത്ര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണമെന്ന് ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആനിൽ ഒരു പ്രവാചകനുണ്ട്, നൂഹ് പ്രവാചകൻ അല്ലെ. നോഹ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള നൂഹ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചവനെന്താ പറഞ്ഞതെന്നറിയാം? നോഹ പ്രവാചകൻ. നോഹയുടെ പെട്ടകം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ബൈബിളിലുണ്ട് നോഹയുടെ പെട്ടകം. കപ്പല് കണ്ടുപിടിച്ച ആളാണ്. ദൈവകൽപ്പനയാൽ കപ്പൽ നിർമ്മിച്ച ആളാണ്. ഈ നൂഹ് നബിയെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ പേരെന്താണെന്നറിയാം? അദ്ദേഹം നന്ദിയുള്ള അടിമയാണ്, അബ്ദൻ ഷക്കൂർ എന്നാണ്. നന്ദിയുള്ള അടിമയാണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഖുർആൻ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞെന്താണെന്നറിയോ? അതിന്റെ കാരണം അദ്ദേഹം ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പഠിച്ചവനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും, നന്ദി പറയും. ഭക്ഷണത്തിന്റെ പേരിൽ അത്രയേറെ നന്ദി കാണിക്കുന്ന ഒരാളായതുകൊണ്ടാണ് പഠിച്ചവൻ അദ്ദേഹത്തെ വിളിച്ച പേര് പോലും എന്താണ്? അബ്ദൻ ഷക്കൂർ, നന്ദിയുള്ള അടിമ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയോ? ഒരു സംശയവും വേണ്ട, ഗ്രാറ്റിറ്റ്യൂഡാണ്, നന്ദി. ഈ നന്ദിയുള്ളവർക്ക് നേരത്തെ പറഞ്ഞ കണ്ടന്റ്മെന്റ് ഉണ്ടാവുള്ളൂ. എനിക്ക് എന്താണോ ഉള്ളത് അതില് എൻ്റെ ഉള്ളില് കണ്ടന്റ്മെന്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, സംതൃപ്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനോട് ആദ്യം എനിക്ക് ഉണ്ടാവേണ്ടത് നന്ദിയാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ദുബൈയിലാണ്, സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാ. അവന് കുറേ കാത്തിരുന്നിട്ടാണ് ഒരു കുഞ്ഞുണ്ടായത്. ആ കുഞ്ഞിനെന്താ പേരിട്ടത് എന്നറിയോ? ആ മോൾക്കിട്ട പേരെന്താണെന്നറിയോ? ദുആ ലയാൽ. ദുആ ലയാൽ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? എത്രയോ രാവുകളിലെ പ്രാർത്ഥനയാണ്. ഒരായുസ് മുഴുവനും ആ കുഞ്ഞിനെ നൽകിയവനുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. ഒത്തിരി പേര് അല്ലേ? എന്താണ്? ദുആ ലയാൽ, എത്രയോ രാത്രികളിലെ പ്രാർത്ഥന. ആ കുഞ്ഞിന്റെ ചിരി കാണുമ്പോഴൊക്കെയും, ആ കുഞ്ഞിനെ പേര് ചൊല്ലി വിളിക്കുമ്പോഴൊക്കെയും അതൊരു ദൈവസ്തുതിയായി മാറുകയാണ്. ദുആ ലയാൽ, എത്രയോ രാത്രികളിലെ പ്രാർത്ഥനയാണ്. ബൈബിളില് ജോസഫ് എന്നും വിശുദ്ധ ഖുർആനില് യൂസുഫ് എന്നും പറയുന്നൊരു പ്രവാചകനുണ്ട്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാർ അദ്ദേഹത്തോടുള്ള അസൂയ കാരണം കൊല്ലാൻ വേണ്ടിയിട്ട് ഒട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടതാണ്. പക്ഷെ അദ്ദേഹം കൊല്ലപ്പെട്ടില്ല, അവിടുന്ന് രക്ഷപ്പെട്ട് പിന്നെ ഈജിപ്തിലെ മന്ത്രിയൊക്കെ ആയിട്ട് മാറുന്ന ഒരു വലിയ ചരിത്രമുണ്ട് കേട്ടോ. ഈ യൂസുഫ് എന്ന പ്രവാചകന് പിന്നീടൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനിട്ടൊരു പേരുണ്ട്. ഈ പേര് പറഞ്ഞപ്പോൾ ഓർമ്മിച്ചതാണ് കേട്ടോ. എന്താ പേരെന്നറിയോ? ആ കുഞ്ഞിന് അദ്ദേഹം ഇട്ട പേരായിരുന്നു മനാസേ. മനാസേ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എല്ലാം മറക്കുക. കാരണം ഈ കുട്ടി വലിയ കുട്ടിയാവും. ഈ കുട്ടി വലിയ കുട്ടിയാവുമ്പോൾ നാട്ടുകാർ ഈ കുട്ടിയോട് വന്നിട്ട് പറയും, നിന്റെ മൂത്താപ്പയൊക്കെ നിനക്കറിയോ? നിന്റെ ഇച്ചാപ്പയൊക്കെ നിനക്കറിയോ? ആരാന്നറിയോ? നിന്റെ വാപ്പയെ കൊല്ലാൻ നോക്കിയ ആളാ, നിന്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയ ആളാ. കൊല്ലാൻ വേണ്ടിയിട്ടേ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടതാ. അവരോട് പകരം ചെയ്യണം, പ്രതികാരം ചെയ്യണമെന്ന് ആരെങ്കിലും ഈ കുട്ടിയോട് എന്തെങ്കിലും വന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് പറയാനുള്ള മറുപടി എന്താണ് എന്ന് ആ കുട്ടിയുടെ പേരിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. സാരില്ലടാ പോട്ടെ അല്ലേ, മനാസേ, സാരില്ലടാ പോട്ടെ.
ദുആ ലയ. എത്രയോ രാത്രികളിൽ പ്രാർത്ഥന. നമ്മൾ മുമ്പ് എവിടെയോ പറഞ്ഞിരുന്നു, മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രസിദ്ധനായിക്കൊണ്ടിരിക്കുന്ന ഒരു ചലച്ചിത്ര നടനെ കുറിച്ച്, സിനിമാ നടനാണ്. അദ്ദേഹമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ദിവ്യ ചോദിക്കുന്നുണ്ട്, അച്ഛനെ കുറിച്ച് ചോദിച്ചു. അച്ഛനെ കുറിച്ച് വളരെ ആവേശത്തോടെ ആൾ മറുപടി പറഞ്ഞു. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് കേട്ടോ. അച്ഛനൊരു വക്കീലാണ് ഇരിങ്ങാലക്കുടയിൽ. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് കയറി വന്ന ആളാണ്. ആരുടെയും അഡ്രസ്സിൽ കയറി വന്നതല്ല, കഠിനാധ്വാനം കൊണ്ട് കയറി വന്ന സാധാരണക്കാരനായ ഒരാളാണ്. അപ്പൊ അച്ഛനെ കുറിച്ചൊക്കെ ഭയങ്കര അഭിമാനത്തോടെ ആള് സംസാരിച്ചു. അമ്മയെക്കുറിച്ച് ചോദിച്ചു, അമ്മയെക്കുറിച്ച് സന്തോഷത്തോടെ പറഞ്ഞു. പിന്നെ അവന്റെ ചേട്ടനെ കുറിച്ച് ചോദിച്ചു. ചേട്ടനെ കുറിച്ച് ആവേശത്തോടെ പറയാൻ തുടങ്ങിയപ്പോഴേക്ക് ഇവൻ കരഞ്ഞുപോയി. ഇവനെ നിയന്ത്രിക്കാൻ കഴിയാതെ ഇവന്റെ ചങ്കിടറി. ടിഷ്യൂ കൊണ്ട് ഇങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ട് അവൻ പറയാണ്, അവനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരും. അവനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് എനിക്ക് സങ്കടം വരും. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നല്ല ജോലിയൊക്കെ കിട്ടിയിരുന്നു. ആ ജോലിയൊക്കെ രാജിവെച്ച് ഇവന് സിനിമാ നടനാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് സിനിമയുടെ പിന്നാലെ കൂടിയത്. ആ സമയത്ത് ഇവന്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഇവന്റെ ബൈക്കിന് പെട്രോൾ അടിക്കണം, ഓരോ യാത്രയ്ക്കും പൈസ ആവശ്യമുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾക്കും പൈസ ആവശ്യമില്ലേ. ആ സമയത്ത് ഇവന്റെ കയ്യിലേക്ക് എല്ലാ മാസവും ഒരാൾ കൃത്യമായി 4,000 രൂപ വെച്ചു കൊടുക്കും. 4,000 രൂപ. അത് മതി, എമ്പാടും അത് മതി. അതാരായിരുന്നറിയോ? ഇവന്റെ ഈ ചേട്ടൻ. പക്ഷെ ചേട്ടൻ അന്ന് എത്രയായിരുന്നു ശമ്പളം എന്നറിയോ? 9,000 രൂപ. ആകെ 9,000 രൂപ കിട്ടുന്ന ഒരാള് 4,000 രൂപ സ്വന്തം അനുജന്റെ കിനാവുകൾക്ക് ഒരു താങ്ങാവാൻ 4,000 രൂപ ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്ത കഥ ഈ അനിയൻ എപ്പോഴാ പറയുന്നതെന്നറിയോ? കോടികൾ ശമ്പളം വാങ്ങുന്ന കാലത്ത്. കോടികൾ ശമ്പളം വാങ്ങുന്ന കാലത്ത് പഴയ 4,000ന്റെ കഥ പറഞ്ഞ് കണ്ണു നിറയുന്നതിന്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അതെല്ലാവർക്കും ഉണ്ടാവില്ല.